ഒരു ജീവാത്മാവ് ഈ ഭൗതിക ലോകത്ത് 3 തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നു. ആദ്യത്തേത് ആധ്യാത്മികം. മനസ്സും ശരീരവും മൂലമുണ്ടാകുന്ന ദുരിതങ്ങളെയാണ് ആധ്യാത്മികം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് ആദിഭൗതികം. മറ്റു ജീവജാലങ്ങൾ വഴി നമ്മൾക്കുണ്ടാകുന്ന ദുരിതങ്ങളെ ആദിഭൗതികം എന്ന് വിളിക്കുന്നു. അവസാനത്തേത് ആദിദൈവികം. മറ്റു ദേവതകളിൽ നിന്ന് വരുന്ന പ്രകൃതി ദുരിതങ്ങളായ മഴ, കാറ്റ്, ചൂട്, തണുപ്പ് എന്നിവയെല്ലാം ഇതിൽ പെടുന്നു. ഈ ഭൗതിക ലോകത്ത് എപ്പോഴും നമ്മൾ ഒന്നോ അതിലധികമോ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഭൗതിക പ്രകൃതി അങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ കഷ്ടപ്പാടുകളെല്ലാം നമ്മുടെ അജ്ഞത മൂലമാണ് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. ഈ ഭൗതിക പ്രകൃതിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ആ മായയിൽ വീഴുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കഷ്ടപ്പെടുകയാണ്. എപ്പോഴും ആ ഭഗവാന്റെ ആ നിത്യദാസനാണെന്ന സ്ഥാനം നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മൾ ഈ ഭൗതികതയിലേക്ക് അങ്ങനെ വീണ്ടും വീണ്ടും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു